അവസാനം രണ്ടും കൽപ്പിച്ച് അനി മുത്തശ്ശനോട് പറയുകയാണ് കേട്ടോ, എനിക്ക് അവന്തികയെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യം ഇല്ല എന്നും എൻ്റെ മനസ്സിൽ അന്നും ഇന്നും നന്ദു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി ഇനി കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ നന്ദു മാത്രമായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീട്ടിലെ ഒരു പാവയാണോ? എന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ള എല്ലാം ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. MD സ്ഥാനത്ത് ഇരിക്കാനായിട്ട് എനിക്കൊട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. മുത്തശ്ശൻ നിർബന്ധിച്ച് എന്നെ ആ കസേരയിൽ ഇരുത്തി. ഇന്നലെ ആദർശേട്ടനെയും നയനേച്ചിനെയും ഈ വീട്ടിലേക്ക് തിരികെ വിളിച്ച് അപ്പോഴും ആ കസേര ഒഴിഞ്ഞു കൊടുക്കണം എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്. അപ്പോഴും ഞാനത് അനുസരിക്കുകയാണ് ചെയ്തത്. എന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു കളിപ്പാവേനെ പോലെ കാണുന്നതാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യക്തിത്വമില്ലേ, തീരുമാനമില്ലേ? അതുകൊണ്ട് ഈ വിവാഹത്തിന് ഞാൻ ഇനി സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ നിശ്ചയം ഇന്നിവിടെ നടക്കാനായിട്ട് പാടില്ല. അന്ന് അനാമികയായിട്ടുള്ള കല്യാണം ഞാൻ ഇത്തിരി വൈകിപ്പോയി ആദർശേട്ടനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട്. അതുകൊണ്ടാണ് അന്ന് അനാമികയായിട്ടുള്ള എൻ്റെ വിവാഹം നടന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒരുപാട് അനുഭവിച്ചു. എന്നാൽ ഇനി അങ്ങോട്ട് എനിക്ക് അങ്ങനെ അനുഭവിക്കാനായിട്ട് എനിക്ക് വയ്യ. ഇപ്പോഴെങ്കിലും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോടെല്ലാവരോടും ഞാൻ ഇതിനു മുന്നേ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു അവസരത്തിൽ ഞാൻ വീണ്ടും പറയുകയാണ്. എനിക്ക് ഈ അവന്തികയായിട്ടുള്ള കല്യാണത്തിന് അത് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇനി നിശ്ചയം നടക്കാനായിട്ട് പാടില്ല. എൻ്റെ മനസ്സിൽ നന്ദു മാത്രമാണ്. നന്ദുവിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അവയ്ക്ക് എന്നോട് തിരിച്ച് അതേ ഇഷ്ടം തന്നെ ഉണ്ടെന്നൊക്കെ എല്ലാവരോടും അവനിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ അനി ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് തൻ്റെ തീരുമാനത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് വെക്കില്ല എന്നുള്ള ഒരു ധാർഷ്ട്യത്തോടെ പുള്ളിക്കാരൻ അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ മുത്തശ്ശനെ എതിർത്ത് ആരും സംസാരിക്കുന്നുമില്ല. അനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഇന്നത്തെ നിശ്ചയത്തിന് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ. അവന്തികയാണെങ്കിൽ മുറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജാനകിയൊക്കെ ആനിയോട് പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരി, ഈ ലാസ്റ്റ് സമയത്ത് നീ എന്തൊക്കെ കിടന്ന് പറയുന്നതെന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. ജലജയാണെങ്കിൽ അവന്തികയെ മുറിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ജലജ ഇടയ്ക്കൊന്ന് വരുന്നുണ്ട്. എന്താ ഇവിടെ സംസാരം എന്നൊക്കെ ചോദിച്ച് ജലജ വരുമ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, അമ്മായി, എനിക്ക് അമ്മയുടെ മോളെ അവന്തിക്ക് എനിക്ക് ഈ നിശ്ചയം നടക്കില്ല, എനിക്ക് അവളെ എൻ്റെ ഭാര്യയായിട്ട് കാണാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ അനി പറയാൻ കേട്ടോ. നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നതെന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ ചൂടാകുകയാണ് അനിയുടെ നേരെ. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, മിണ്ടാതിരിക്ക്, എന്തായാലും ഇതുവരെ ഇത്രത്തോളമൊക്കെ ആയില്ലേ, ഇനി അങ്ങോട്ട് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കത്തുള്ളൂ. ഈ നിശ്ചയം ഞാൻ ഉറപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ ഈ നിശ്ചയം ഇന്നിവിടെ നടന്നിരിക്കും. എനിക്കിനി അവന്തിക മോളെ കരയിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അന്ന് ഞാൻ നവീൻ മോനുമായിട്ടുള്ള കല്യാണ നിശ്ചയം ഞാൻ അവനുമായിട്ടുള്ള ഒരു നിശ്ചയം വരെ ഞാൻ ഉറപ്പിച്ചതാണ്. അന്ന് ആ ഒരു സമയത്ത് എനിക്ക് അവന്തിക മോളെ വിഷമിപ്പിക്കേണ്ടി വന്നു. നവീൻ മോൻ അതിനോട് താല്പര്യമില്ലായിരുന്നു. ഞാൻ നവീൻ മോൻ്റെ അഭിപ്രായം ഒന്നും ചോദിച്ചില്ലായിരുന്നു. എന്നാൽ നിൻ്റെ സമ്മതമൊക്കെ ചോദിച്ചിട്ട് നിന്നെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചതല്ലേ, എല്ലാം പറഞ്ഞ് ഓക്കെ ആക്കിയിട്ട് ഇപ്പോൾ എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതുകൊണ്ട് ഇനി എനിക്ക് അവന്തിക മോളെ എനിക്ക് കരയിപ്പിക്കാനായിട്ട് എനിക്ക് വയ്യ. അതുകൊണ്ട് ഈ നിശ്ചയത്തിന് നീ സമ്മതിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ പറയുകയാണ്. അനി പലതവണ പറഞ്ഞു നോക്കിയിട്ടും ഒന്നും മുത്തശ്ശൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ആരും അനിക്ക് സപ്പോർട്ടായിട്ട് സത്യം പറഞ്ഞാൽ ആദർശ് പോലും ഒന്ന് മുന്നോട്ടൊന്ന് വന്ന് പറയുന്നില്ല കേട്ടോ. ആ ഒരു സമയത്ത് നവ്യ മുന്നിലേക്ക് വന്ന് മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഒരു കല്യാണം ആകുമ്പോഴത്തേക്കും അതിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും സമ്മതം ഒരുപോലെ തന്നെ വേണം. ഇവിടെ എനിക്ക് സമ്മതമല്ലാത്ത സ്ഥിതിക്ക് ഈ നിശ്ചയം ഇന്ന് നടക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളതെന്ന് നവ്യ മുത്തശ്ശൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് കേട്ടോ. ജലജ അപ്പോൾ പറയുന്നുണ്ട്, എടി നീ എന്തൊക്കെയാണ് ഈ കിടന്ന് പറയുന്നത്? ഓ, നീ ഇവനും കൂടെ എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ നോക്കുവാണല്ലേ? അല്ലെങ്കിൽ തന്നെ നിനക്ക് എൻ്റെ മോളോട് പണ്ടേ ഇഷ്ടമല്ല. അവൾ ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് അവളെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ അവൻ്റെ വശം ചേർന്ന് പറയുന്നതെന്നൊക്കെ ജലജ പറയാൻ കേട്ടോ. അങ്ങനെ നവ്യ പറയുന്നുണ്ട്, ഞാൻ ആരുടെയും വശം ചേർന്നല്ല പറയുന്നത്. എനിക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഈ വിവാഹം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഈ നിശ്ചയം ഇന്നിവിടെ നടക്കാനായിട്ട് പാടില്ല. അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ ഒരു പെണ്ണിനെ മാത്രമേ ഇനി ക്ഷണിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതെൻ്റെ അനിയത്തി നന്ദുവാണ്. അത് അവൻ പറഞ്ഞതിലും കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയാൻ കേട്ടോ. അങ്ങനെ നയന വന്നിട്ട് നവ്യയോട് പറഞ്ഞോട്, ചേച്ചി എന്തൊക്കെ ഈ പറയുന്നത്? ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുക. അറിയാലോ, അമ്മയ്ക്കും അച്ഛനൊന്നും ഈ വിവാഹത്തിനോട് അനിയായിട്ടുള്ള വിവാഹത്തിനോടൊന്നും താല്പര്യമില്ല. അപ്പോൾ പിന്നെ ചേച്ചി എന്തൊക്കെ ഈ കിടന്ന് പറയുന്നത്? അവന്തികയായിട്ടുള്ള കല്യാണം തന്നെ നടക്കുന്നതായിരിക്കും നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലത്. ചേച്ചി അതുകൊണ്ടൊന്നും
മിണ്ടാതിരിക്കുന്ന നവ്യയോട് പറയുമ്പോഴും അപ്പോഴും നവ്യ ഉറച്ചു തന്നെ തൻ്റെ തീരുമാനത്തിൽ നിൽക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നവ്യയുടെ ആ ഒരു പെർഫോമൻസ് നല്ല കിടിലനായിരുന്നു. എനിക്കാണെങ്കിൽ ആ നവ്യയുടെ അതുവരെ ഇല്ലാത്ത ഒരു ബഹുമാനമൊക്കെ ആ ഒരു സമയത്ത് തോന്നുന്നുണ്ട് കേട്ടോ.